ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാരിദ്ര്യ ദഹന സ്തോത്രത്തെക്കുറിച്ചാണ്. ഭഗവാൻ പരമശിവനെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് സാക്ഷാത് വസിഷ്ഠ മഹർഷിയാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു പുരുഷാർത്ഥമാണ് അർത്ഥം അഥവാ ധനം. ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ അർത്ഥം സമ്പാദിക്കണമെന്നും ആ അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാമങ്ങളെ പൂർത്തീകരിക്കണമെന്നും അതിലൂടെ ക്രമേണ ഉയർന്ന് മോക്ഷത്തെ നേടണം എന്നുമുള്ള ഒരു ഉപദേശമാണ് ചതുർവിധ പുരുഷാർത്ഥ സങ്കല്പങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ആ വാസനാബീജങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് കർമ്മമുള്ളത്. അപ്പോൾ ധർമ്മത്തെ മുഖ്യമായി പിടിച്ചുകൊണ്ട്, ധർമ്മത്തെ ആശ്രയമായി ധരിച്ചുകൊണ്ട് ജീവിതം ജീവിച്ച് അതിനനുസരിച്ചുള്ള കർമ്മങ്ങളിലൂടെ നല്ലോണം അർത്ഥത്തെ സമ്പാദിച്ച് ആ അർത്ഥം ഉപയോഗിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി ക്രമേണ മോക്ഷത്തെ നേടണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അർത്ഥം. ആ അർത്ഥം പക്ഷേ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ലോപം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുഃഖമാണ് ദാരിദ്ര്യം. ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നേടിയെടുക്കാനുള്ള സമ്പാദ്യം ഇല്ല, അർത്ഥമില്ല. അത് വല്ലാത്ത ഒരു ദുഃഖമാണ്. ആ ദുഃഖത്തെ പരിപൂർണമായി തുടച്ച് മാറ്റുന്ന, അതിലൂടെ സൗഖ്യപൂർണമായ ജീവിതത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സ്തോത്രമാണ് ഇത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള സ്തോത്രം തന്നെയാണ്. അപ്പോൾ നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ദാരിദ്ര്യദഹന സ്തോത്രം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭഗവാന് നമസ്കാരം അർപ്പിക്കുന്ന രീതിയിലാണ് ഈ ശ്ലോകം മുഴുവനായും രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നാമങ്ങളും ചതുർത്ഥിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഭഗവാന്റെ ഓരോ നാമങ്ങൾ പറഞ്ഞ് ആ ഭാവത്തിലുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന രീതിയിലാണ് രചന. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നു വിശ്വേശ്വരായ നമഃ. വിശ്വേശ്വരനായിക്കൊണ്ട് നമസ്കാരം. വിശ്വം എന്നാൽ സർവം, ഈശ്വരൻ എന്നാൽ ഭരിക്കുന്നവൻ. ഉള്ളതിനെ എല്ലാം ആര് ഭരിക്കുന്നുവോ അവൻ വിശ്വേശ്വരൻ. ആ വിശ്വേശ്വരനായിക്കൊണ്ട് നമസ്കാരത്തെ അർപ്പിക്കുന്നു. നരകാർണവതാരണായ. നരകമെന്നാൽ പാപത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ദുഃഖപൂർണമായ ലോകം എന്നൊരർത്ഥം. ഇവിടെ ഈ ലോകത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്ന് മറ്റൊരർത്ഥം. ഒന്ന് സൂക്ഷ്മാർത്ഥമാണ്, ഒന്ന് പൗരാണികമായ അർത്ഥമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപഫലമായി ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളെയും നരക ശബ്ദം കൊണ്ട് സൂചിപ്പിക്കാം. ആ നരകമാകുന്ന അർണവം, അർണവം എന്നാൽ സാഗരം, സമുദ്രം. അപ്പോൾ നരകമാകുന്ന ആ ദുഃഖമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യിപ്പിക്കുന്നവനാരോ അവൻ നരകാർണവതാരണായ, അവനായിക്കൊണ്ട് നമസ്കാരം. കർണാമൃതായ. ആരുടെ നാമത്തെയും ഗുണങ്ങളെയും ശ്രവിക്കുന്നതിലൂടെ അകത്ത് അമൃതാനുഭവം സിദ്ധിക്കുമോ അവനായിക്കൊണ്ട് നമസ്കാരം. ഭഗവാന്റെ സ്വരൂപം അമൃതമാണ്. അതായത് ഭഗവാന് നാശമില്ല, നിത്യവസ്തുവാണ് ഭഗവാൻ പരമശിവൻ. ആ സ്വരൂപത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കുന്നതിലൂടെ, ശ്രവിക്കുന്നതിലൂടെ, ആ മഹിമ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കകത്ത് ഭഗവത് അനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതിയാണ് അമൃതാനുഭൂതി. അതുകൊണ്ട് കർണാമൃതായ നമഃ. ചെവിയിലൂടെ അകത്തേക്ക് അമൃതമായി പ്രവേശിക്കുന്നവൻ, അമൃതസമാനമായ നാമങ്ങളോടൊത്തവൻ, അത് കേൾക്കുമ്പോൾ ഭക്തർക്ക് അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നെല്ലാം അർത്ഥത്തിൽ കർണാമൃതായ നമഃ. ശശിശേഖരധാരണായ. ശശി എന്നാൽ ചന്ദ്രൻ, ശേഖരം എന്നാൽ കിരീടം. ചന്ദ്രനാകുന്ന കിരീടത്തെ ധരിച്ചവൻ. ഭഗവാൻ തൻ്റെ ജടയിൽ ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാന്റെ സ്വരൂപം അമൃതമാണെന്ന് പറഞ്ഞു. ആ അമൃതമാകുന്ന അനുഭൂതിയുടെ പ്രതീകമാണ് ചന്ദ്രക്കല. യോഗശാസ്ത്രങ്ങളിലൊക്കെ ചന്ദ്രക്കലയെ അതിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക.
അപ്പൊ ഭഗവാന്റെ അനുഭവം എന്താണെന്ന് ഭക്തൻ ഒരിക്കലും പുറമേ നിന്ന് നോക്കിയാൽ ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ഭക്തർക്ക് അത് കാട്ടിക്കൊടുക്കാനായിട്ട് ഭഗവാൻ ധരിക്കുന്ന ചിഹ്നങ്ങളാണ് ഭഗവാന്റെ ഓരോ ആഭരണങ്ങളും. ഭഗവാൻ പ്രദർശിപ്പിക്കുന്ന ഓരോ ഭാവത്തിനും ഇങ്ങനെ സൂക്ഷ്മമായ തലങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ചന്ദ്രക്കലയെ അദ്ദേഹം ധരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അമൃതം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശശിയെ ശേഖരമായിട്ട് ധരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ശശിശേഖര ധാരണായ നമഃ. കർപ്പൂര കാന്തി ധവളായ. ധവളം എന്നാൽ വെളുത്ത്. ഭഗവാൻ വെളുത്ത ദേഹത്തോടൊത്തവനാണ്. എങ്ങനെയുള്ള വെളുപ്പാണ്? കർപ്പൂര കാന്തി. കർപ്പൂരത്തിന്റെ ആ വർണ്ണമുണ്ടല്ലോ, ആ ശോഭ, അതിന് സമാനമായ വെളുത്ത വർണ്ണത്തോടൊത്തവനാണ് ഭഗവാൻ. ഭഗവാന്റെ ദേഹത്തിന്റെ വെളുപ്പ് നിറം അദ്ദേഹത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. വളരെ സൂക്ഷ്മമായ ഒരു തത്വമാണ് ശിവൻ എന്ന് പറയപ്പെടുന്ന തത്വം. നമുക്ക് നമ്മുടെ കേന്ദ്രത്തിൽ ശുദ്ധമായ ബോധമായി ധരിക്കാൻ പറ്റുന്ന തത്വം. പക്ഷെ ആ തത്വത്തെ ഗ്രഹിക്കാനുള്ള പാകത സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ തത്വത്തെ രൂപത്തിലൂടെ ധ്യാനിക്കാനായിട്ട് വർണ്ണിച്ചു കൊടുക്കുകയാണ് ഋഷി ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ശിവതത്വത്തെയാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശിവന്റെ ആ പരിശുദ്ധിയെ കാണിക്കാൻ, ഒരല്പം പോലും കലർപ്പില്ലാത്ത കേവലമായ വസ്തുവാണ് ഭഗവാൻ എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന്റെ ദേഹത്തിന് വെളുത്ത നിറം കൊടുത്തിരിക്കുന്നു. കർപ്പൂരത്തിന്റെ വെളുത്ത നിറമാണ്. കർപ്പൂരം ആകാശത്തിന്റെ പ്രതീകമാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദേഹം അനന്തമാണ്, ആകാശ സമാനമായി, അതെവിടെയും പരിമിതമല്ല, അപരിമിതമാണെന്ന് സൂചിപ്പിക്കാൻ കൂടി ഇവിടെ കർപ്പൂരത്തോട് ഉപമിച്ചിരിക്കുന്നു. അത്രയും വെളുത്ത കാന്തിയോടൊത്ത ദേഹത്തോടു കൂടിയവനായിക്കൊണ്ടുള്ള ഭഗവാന് നമസ്കാരം. കർപ്പൂര കാന്തി ധവളായ നമഃ. ജടാധരായ. ഭഗവാൻ ജടയെ ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ തപസ്സിനെ സൂചിപ്പിക്കാനാണ് ജട. തപസ് എന്നിവിടെ പറയുമ്പോൾ ആത്മാനുഭൂതിയാണ്. താൻ തന്നിൽ തന്നെ രമിച്ചിരിക്കുന്ന ഭാവമാണ് ശിവന്റെ തപസ്. ലോകം എന്ന വിവിധത ഭഗവാനില്ല. ഭഗവാന് താൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കേവലാനുഭൂതിയിൽ സദാ മഗ്നനായിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ തപോമൂർത്തിയാണ്. ആ തപസ്സിന്റെ പ്രതീകമായിട്ട് ഭഗവാൻ ജടയെ ധരിച്ചിരിക്കുന്നു, ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഭക്തര് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ ഭാവം എന്താണെന്ന് അവർക്ക് ലഭിക്കാൻ വേണ്ടി ഭഗവാൻ ജടയെ ധരിച്ചിരിക്കുന്നു. ദാരിദ്ര്യ ദുഃഖദഹനായ. ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ദഹിപ്പിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, അർത്ഥത്തിന്റെ ലോപം, അർത്ഥമില്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ് ദാരിദ്ര്യം. ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. ആ ദയനീയമായ അവസ്ഥയിൽ നിന്നും നമുക്ക് ശാശ്വതമായ മോചനത്തെ ഭഗവാൻ നൽകുന്നു. അങ്ങനെയുള്ള ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ. നമഃ ശിവായ. ശിവനായിക്കൊണ്ട് നമസ്കാരം. മംഗളസ്വരൂപനാണ് ശിവൻ. മംഗളം എന്ന വാക്കുകൊണ്ട് എന്താണോ സൂചിപ്പിക്കപ്പെടുന്നത് അത് തന്നെ ശിവൻ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശ്വരമാണ്. നശ്വരമായതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതൊക്കെ തന്നെ ക്ഷണികമാണ്. എന്നാൽ സദാ ഉള്ളത് അത് ഭഗവാൻ തന്നെയാണ്. അത് ആനന്ദ സ്വരൂപവുമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മംഗളമായത് എന്താ? അത് നിത്യസ്വരൂപനായ സച്ചിദാനന്ദമായ ആ ഭഗവാൻ പരമശിവൻ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ശിവൻ എന്ന പേര് കൊടുത്തു. കാരണം മംഗളം തന്നെ മൂർത്തിമത്തായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം. നമഃ ശിവായ. പഞ്ചാക്ഷര മന്ത്രം ഇവിടെ വന്നിരിക്കുന്നു. ഈ അവസാനത്തെ വരി എല്ലാ ശ്ലോകത്തിലും ആവർത്തിക്കുന്നുണ്ട്. കാരണം ഈ സ്തോത്രത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യക്തമാക്കുന്ന 2 നാമങ്ങളാണത്. അപ്പോൾ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂര കാന്തിധവളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. അടുത്തത് 2ാമത്തെ ശ്ലോകമാണ്. ഗൗരീപ്രിയായ രജനീശ കലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജ വിമർദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഗൗരി പ്രിയായ. ഗൗരി എന്ന് പറഞ്ഞാൽ സാക്ഷാത് പാർവതി.
ശിവനെ പോലെ തന്നെ പരിശുദ്ധിയുടെ പ്രതീകമാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് വെളുത്ത നിറമാണ്. അങ്ങനെയാണ് ഗൗരി എന്ന പേര് കിട്ടിയത്. ഇപ്പൊ പരിശുദ്ധയാണ് അമ്മ. ശിവൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, പുരുഷനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, ഗൗരി മായയെ, പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. ചലനമാണ് ശക്തി, നിശ്ചലതയാണ് ശിവൻ. ഈ രണ്ട് ഭാവങ്ങളും വെളുത്തിട്ടാണ്. കാരണം രണ്ടും പരിശുദ്ധമാണ്. പരിശുദ്ധമെന്ന് മാത്രമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടായി നമ്മൾ കാണുന്നു. പ്രപഞ്ചത്തിൽ ചലനമായി നമ്മൾ ഗൗരിയെ കാണുന്നു. ആ ചലനത്തിന് ആധാരമായി നിൽക്കുന്ന ശിവനെയും നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് രണ്ടുണ്ട്, പക്ഷെ രണ്ടും ഒന്നാണ്. അപ്പോൾ പ്രകൃതി സദാ രമിക്കുന്നത് ശിവനിലും, ശിവൻ സദാ രമിക്കുന്നത് ശക്തിയിലുമാണ്. അതുകൊണ്ട് ഗൗരി പ്രിയായ, ഗൗരിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളവൻ, ഗൗരിയിൽ വളരെയധികം പ്രിയമുള്ളവൻ, ഇങ്ങനെ രണ്ട് രീതിയിലും ഗൗരി പ്രിയായ. അപ്പൊ ശക്തിയോടൊത്തിട്ടുള്ള ശിവന്റെ ഭാവത്തിനായിക്കൊണ്ട് നമസ്കാരം. രജനീഷ കലാധരായ, രജനി എന്നാൽ രാത്രി, രാത്രിയുടെ ഈശൻ രജനീശൻ, അതായത് ചന്ദ്രൻ. ചന്ദ്രന്റെ കലയെ ധരിച്ചിരിക്കുന്നവൻ രജനീഷ കലാധരായ. നേരത്തെ പറഞ്ഞ അമൃതാനുഭൂതിയുടെ പ്രതീകം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അതുപോലെ ആഹ്ലാദത്തിന്റെ ചിഹ്നം കൂടിയാണ് ചന്ദ്രകല. അപ്പൊ ഭക്തർക്ക് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കാനും രജനീഷ കലാധരായ നമഃ. കാലാന്തകായ, കാലനെ ഇല്ലാതെയാക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. കാലനെ ഭഗവാൻ വധിക്കുന്ന കഥ പുരാണങ്ങളിൽ നമുക്ക് കാണാം. പല സന്ദർഭങ്ങളിൽ ഇത്തരം കഥകൾ വരുന്നുണ്ട്. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി യമനെ വധിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലനെ ഇല്ലാതെയാക്കിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കാലാന്തകനാണ് ഭഗവാൻ. ഇനി സൂക്ഷ്മമായി ചിന്തിച്ചാൽ കാലം എന്ന് പറയുന്നത് പരിണാമമാണ്. പരിണാമം ലോകത്തിനാണുള്ളത്. പരിണാമം ഇല്ലാതെയാകണമെങ്കിൽ ലോകത്തിന്റെ സാരമായ നിത്യവസ്തുവായ ഭഗവാനെ സിദ്ധിക്കണം. ഭഗവാനിൽ കാലത്തിന്റെ സ്പർശമില്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മൾ ഉയർന്നാൽ കാലം ഇല്ലാതെയാകും. അതുകൊണ്ട് ഭഗവാൻ കാലാന്തകനാണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ കാലത്തിന്റെ ചക്രത്തിൽ നിന്നുമുള്ള ശാശ്വതമായ മോചനമാണ് ശിവപദപ്രാപ്തി. ഭുജഗാധിപ കങ്കണായ, ഭുജകം എന്നാൽ സർപ്പം, അധിപം എന്നാൽ സർപ്പങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവൻ. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠമായ സർപ്പങ്ങളെ കങ്കണായ, കങ്കണങ്ങളാക്കിയവൻ, കൈവളകളാക്കിയവൻ. ഭഗവാന്റെ ആഭരണങ്ങൾ അധികവും സർപ്പം തന്നെയാണ്. സാധാരണ സർപ്പങ്ങളല്ല, വളരെ ശ്രേഷ്ഠമായ സർപ്പങ്ങളാണ്, വിശേഷപ്പെട്ടിട്ടുള്ള സർപ്പങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ സർപ്പങ്ങളെ ഭഗവാൻ കൈവളകളായിട്ട് ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭുജഗാധിപ കങ്കണായ. ഈ സർപ്പങ്ങളെല്ലാം സൂക്ഷ്മമായ പല ശക്തികളുടെയും പ്രതീകമാണ്. അതിനെയെല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ സർപ്പങ്ങളുടെ പലതരം ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. ഇനി ലോകത്തിലുള്ള അജ്ഞാനത്തെയും രോഗത്തെയും എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് സർപ്പങ്ങൾ എന്നും പറയപ്പെടുന്നു. അതിനെയും തൻ്റെ വരുതിയിൽ നിർത്തിയിരിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലും ചലിക്കുന്നത് ഭഗവാന്റെ ആജ്ഞ കൊണ്ടാണ്. അപ്പൊ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ അജ്ഞാനത്തിൽ നിന്നും രോഗത്തിൽ നിന്നുമൊക്കെ നമുക്ക് മോചനം ലഭിക്കുമെന്ന സൂചനയും ഭഗവാന്റെ ഇത്തരം ആഭരണധാരണത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഭുജഗാധിപ കങ്കണായ നമഃ. ഗംഗാധരായ, ഗംഗയെ ധരിച്ചിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. തപസ്സിന്റെ ചിഹ്നമായ ജടയെ ധരിച്ചിരിക്കുന്നവൻ എന്ന് നേരത്തെ പറഞ്ഞു, ജടാധരായ എന്ന്. ആ ജടയിലാണ് ഭഗവാൻ ഗംഗയെ ധരിച്ചിരിക്കുന്നത്. ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് മഹാദേവനെ തപസ് ചെയ്ത് ആ ഗംഗയുടെ ഒഴുക്കിനെ താങ്ങാനുള്ള ശേഷിയൊന്നും ഭൂമിക്കില്ല എന്ന് പറഞ്ഞ് മഹാദേവന്റെ പ്രീതി സമ്പാദിച്ച് മഹാദേവനോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ആകാശഗംഗയെ മഹാദേവൻ തൻ്റെ ജടയിൽ ധരിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ലോകത്തിലേക്ക് ഒഴുക്കിക്കൊടുത്തത്. അപ്പോൾ ലോകത്തെ സദാ രക്ഷിക്കുന്നവനാണ്, ലോകത്തിൻ്റെ മംഗളത്തിനു വേണ്ടി സദാ പ്രവർത്തിക്കുന്നവനാണ്. കാരണം അത്രയും വേഗത്തിൽ വരുന്ന ആകാശഗംഗയെ പോലും ധരിക്കാനുള്ള ശേഷിയുള്ളവനാണ്, അത്രയും ശക്തിയുള്ളവനാണ്. അതൊരു സാഹസമാണ്. അത്രയും വലിയ ഒരു പ്രവൃത്തി വളരെ ലാഘവത്തോടു കൂടി ചെയ്തു. എന്തിനു വേണ്ടി? ലോകത്തിന്റെ മംഗളത്തിനു വേണ്ടി. അങ്ങനെയുള്ള ഭഗവാനാണെന്ന് സൂചിപ്പിക്കാൻ ഗംഗാധരായ. അമൃതവർഷത്തെ ഗംഗ സൂചിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്.
നമ്മൾ നമ്മുടെ ബോധത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് അമൃതാനുഭവമാണ്. അതൊരു നദി പോലെ ഇങ്ങനെ നമ്മുടെ മേലിൽ പ്രവഹിക്കുന്നതായിട്ടുള്ള സങ്കല്പം കാണാം. അപ്പൊ ആ പ്രവാഹമാണ്, അമൃത പ്രവാഹമാണ് ഗംഗ. ആ ഗംഗ സദാ ഭഗവാനിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഭഗവാന്റെ ജടയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ആ അമൃതാനുഭൂതിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഗംഗാധരായ നമഃ. ഗജരാജ വിമർദ്ദനായ, ഗജം എന്നാൽ ആന, ഗജരാജനെ മർദ്ദനം ചെയ്തവനായിക്കൊണ്ട് നമസ്കാരം. ഗജരാജൻ എന്നിവിടെ പറയുന്നത് ഗജാസുരനെയാണ്. അപ്പോൾ ഗജാസുരനെ ഭഗവാൻ യുദ്ധം ചെയ്ത് വധിച്ചു. വളരെ ശക്തിയുള്ള ഒരു അസുരനായിരുന്നു, ആനയുടെ ആകാരം സ്വീകരിക്കാനുള്ള ശക്തിയുള്ളവനായിരുന്നു. അവൻ ലോകത്തിന് ഉപദ്രവകാരിയായി മാറിയ സമയത്ത് ഭഗവാൻ പരമശിവൻ അവനെ വധിച്ചുവെന്നും അവൻ്റെ തോലിനെ എടുത്തുടുത്തുവെന്നും അങ്ങനെ ആനയുടെ തോലുടുത്തവനായിക്കൊണ്ട് ഭഗവാൻ ശോഭിച്ചുവെന്നും ഒക്കെ കഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗജരാജ വിമർദ്ദനായ, ആ ഗജാസുരനെ വധിച്ചവനായിക്കൊണ്ട് നമസ്കാരം. നമ്മുടെ എല്ലാം അജ്ഞാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ് ആന. ഗജാസുരൻ എന്ന് പറയുന്നത് അജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടും എടുക്കാം, അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടും എടുക്കാം. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം അജ്ഞാനമുള്ളത് കൊണ്ടാണ് അഹങ്കാരം. അപ്പോൾ ആ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. ഇനി ഗജരാജ ശബ്ദം കൊണ്ട് ഗണപതിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഗണപതിയെ ഭഗവാൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗണപതിയുടെ ശിരസ് ഛേദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആനയുടെ ശിരസ് അദ്ദേഹത്തിന് നൽകുന്നത്. കാരണം പാർവതിയുടെ ഒരു ഗണമായിട്ടാണ് ഭഗവാൻ ആദ്യം ആവിർഭവിച്ചത്. പിന്നീട് പാർവതിയുടെ നിയോഗമനുസരിച്ച് കാവൽക്കാരനായി നിന്ന സമയത്ത് ശിവനെ കടത്തിവിട്ടില്ല എന്നും ശിവൻ യുദ്ധം ചെയ്തുവെന്നും അങ്ങനെ തല വെട്ടിമാട്ടി എന്നും പറയും. അത് കഴിഞ്ഞൊരു ആനയുടെ തല വച്ചിട്ടാണ് പുനർജീവിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗജരാജ പദം കൊണ്ട് ഗണപതിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ ഗണപതിയെ പോലും തോൽപ്പിച്ചവനാണ് ഭഗവാൻ. വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവനാണ് വിഘ്നേശ്വരനായ ഗണപതി. ഗണപതിക്ക് ആ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത് സാക്ഷാത് മഹാദേവനാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആ ഗണപതിയുടെ അനുഗ്രഹം പോലും മഹാദേവന്റെ പ്രീതിയിൽ നിന്നും നമുക്ക് നേടാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാവും. കാരണം ഗണപതി ഭഗവാന് അത്രയും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ തിരിച്ചറിയാതെ ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞ അദ്ദേഹത്തിന്റെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി ജ്ഞാനമാകുന്ന ഗജശിരസിനെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്തവനായതുകൊണ്ട് ഗണപതിക്ക് ആ ഗണപതി എന്ന ഭാവം കൽപ്പിച്ചു കൊടുത്തവനായതുകൊണ്ട് ഗജരാജ വിമർദ്ദനായ, അങ്ങനെയുള്ള ഭഗവാൻ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ, ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ദഹിപ്പിച്ച് ഭസ്മമാക്കുന്ന മംഗളസ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഗൗരി പ്രിയായ രജനീശ കലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജ വിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ, ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളവൻ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ഭക്തപ്രിയനാണ്. കാരണം ഭക്തരെ സദാ ഉപാസിക്കുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ഭക്തർക്ക് ആവശ്യം ആ ആനന്ദമാണ്. അപ്പൊ സദാ ഭക്തരാൽ കാംക്ഷിക്കപ്പെടുന്നവൻ, ഭക്തരാൽ അർച്ചിക്കപ്പെടുന്നവനായതുകൊണ്ട് ഭക്തപ്രിയനാണ് ഭഗവാൻ. ഭക്തരോട് വളരെയധികം പ്രിയമുള്ളവനായതുകൊണ്ടും ഭക്തപ്രിയനാണ്. ഭക്തർക്ക് എവിടെയെല്ലാം ദുഃഖമുണ്ടാകുന്നുവോ അവിടെയെല്ലാം അപ്പോൾ തന്നെ വന്ന് പലപ്പോഴും അവരെ വിളിക്കാതെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അത്രയും ഭക്തരോട് പ്രിയമാണ്. ഇപ്പൊ ലോകം നശിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാലാഹലത്തെ പാനം ചെയ്തവനാണ്, മാർക്കണ്ഡേയനെ രക്ഷിച്ചവനാണ്. അങ്ങനെ എത്ര എത്ര കഥകൾ പുരാണങ്ങളിലുണ്ട്. അപ്പൊ ഭക്തരോട് അത്രയും പ്രിയമുള്ളവനായതുകൊണ്ട് ഭക്തപ്രിയനാണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഭവരോഗ ഭയാപഹായ, ഭവം എന്നാൽ സംസാരം, ജനന മരണ ചക്രം. ആ സംസാരത്തെ ഇവിടെ രോഗമായി പറഞ്ഞിരിക്കുന്നു. സംസാരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പരിണാമം സംഭവിക്കുന്നത്. ജനിക്കേണ്ടി വരുന്നതും മരിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്.
അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രോഗം മരണമാണ്. ആ മരണത്തിന് കാരണമായിട്ടുള്ളത് ഭവമാണ്, സംസാരമാണ്, ഈ ചക്രമാണ്. അതുകൊണ്ട് ഭവരോഗം, അതിൽ നിന്നും ജനിക്കുന്ന ഭയം, ഭവരോഗ ഭയം. മരണത്തെയാണ് നമ്മൾ എല്ലാവരും ഭയക്കുന്നത്. പലതിനെയും ഭയക്കുന്നുവെന്ന് ധരിക്കുമ്പോഴും ആത്യന്തികമായ ഭയം മരണഭയം തന്നെയാണ്. അപ്പോൾ ആ ഭയത്തെ അപഹ, ഇല്ലാതെയാക്കുന്നവൻ, അപഹരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഭഗവാൻ അമൃതസ്വരൂപനാണെന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് നാശമില്ല. സംസാരമാകുന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അമൃതം ലഭിക്കണം. ആ അമൃതം ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഭക്തപ്രിയായ എന്ന് പറഞ്ഞത്. ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മൾ ഭജിച്ചാൽ ഭഗവത് അനുഭൂതി നമുക്ക് സിദ്ധിക്കും. അതായത് അമൃതാനുഭൂതി നമുക്കുണ്ടാവും. അങ്ങനെ ഒരു അനുഭൂതി നമുക്കുണ്ടായാൽ സംസാര ഭയം താനെ ഇല്ലാതെയാകും. അതുകൊണ്ട് ഭവരോഗ ഭയാപഹായ നമഃ ഉഗ്രായ. ഭഗവാൻ വളരെ ഉഗ്രഭാവത്തിലിരിക്കുന്നവനാണ്. ഭഗവാനെ എതിർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. രുദ്രന്റെ ഭാവത്തിൽ ഭഗവാൻ ലീലയാടുന്ന സമയത്ത് ദേവന്മാര് പോലും ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഉഗ്രമായ ഭാവമാണ് ഭഗവാനുള്ളത്. സംഹാരമൂർത്തിയാണ് ശിവൻ. ലോകം അതിൻ്റെ പ്രവൃത്തിയെ പരിപൂർണമാക്കി കഴിഞ്ഞാൽ, അതിനെ ലയിപ്പിക്കേണ്ട സമയമായാൽ ഭഗവാനാണ് അതിനെ മുഴുവൻ ലയിപ്പിക്കുന്നത്. അതുകൊണ്ടും ഉഗ്രമൂർത്തിയാണ്. കാരണം ലയത്തെ ആരും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധമാണ് അതിൻ്റെ ഭാവം. അതുകൊണ്ട് ലയം എപ്പോഴും ഉഗ്രമായിട്ടാണ് ആൾക്കാർക്ക് തോന്നുക. മരണമായിട്ടാണ് അവരതിനെ കാണുന്നത്. എന്നാൽ മുക്തിയായിട്ടാണ് ഭഗവാൻ അത് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഉഗ്രായ നമ, ഉഗ്രനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശത്രുക്കൾക്കൊന്നും ഭഗവാനോട് അടുക്കാൻ പറ്റില്ല. അത്രയും ഉഗ്രമായ ഭാവമാണ് ഭഗവാനുള്ളത്. ദുഃഖഭവസാഗര താരണായ. ദുഃഖമാകുന്ന ഭവം എന്നാൽ സംസാരം, സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവനാണ്. സംസാരത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും. പക്ഷെ സുഖമുള്ളത് വരെയും ഇവിടെ ദുഃഖവും ഉണ്ടാവും. സുഖത്തെ നമുക്ക് ആർക്കും അനുഭവിക്കാൻ മടിയില്ല. പക്ഷെ ദുഃഖത്തെ എല്ലാവരും ഭയക്കുന്നു. എന്നാൽ സുഖം മാത്രമായിട്ട് സംസാരം ഒരിക്കലും തരില്ല. അപ്പൊ സുഖവും ദുഃഖവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മോചനം ആഗ്രഹിക്കുന്നത് ദുഃഖത്തിൽ നിന്നായതുകൊണ്ട് ഇവിടെ ദുഃഖത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദുഃഖമാകുന്ന സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവനാണ്. ദുഃഖത്തിൽ നിന്നും ജനിക്കുന്ന സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവനാണ് എന്നൊരർത്ഥവുമുണ്ട്. ദുഃഖത്തിൽ നിന്നാണ് സംസാര സാഗരം ഉദ്ഭവിക്കുന്നത് തന്നെ. ഞാൻ എന്നെ മറക്കുമ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് ദുഃഖമുണ്ടാവുന്നത്. അപ്പൊ ആത്മവിസ്മൃതിയിൽ നിന്നും ജനിക്കുന്നതാണ് സംസാരം. അതിനെ ഇല്ലാതെയാക്കുന്നവൻ. എങ്ങനെയാണ് അതിനെ ഇല്ലാതെയാക്കുന്നത്? ആത്മാനുഭൂതിയെ പ്രദാനം ചെയ്തുകൊണ്ട്. അപ്പോൾ ദുഃഖഭവസാഗര താരണായ നമഃ. ജ്യോതിർമയായ. ജ്യോതിസ്വരൂപനാണ് ഭഗവാൻ. പ്രകാശപൂർണമാണ് ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഭാവം. മറ്റേതെങ്കിലും ഒരു പ്രകാശത്തെ കടം കൊണ്ട് ശോഭിക്കുന്നവനല്ല, സ്വയം പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ. നമ്മുടെ അകത്ത് ശുദ്ധമായ ബോധം എന്നൊന്നുണ്ടോ, അതാണ് ശിവൻ. അപ്പൊ ശിവൻ സദാ പ്രകാശിക്കുന്നവനാണ് എന്നിവിടെ പറയുമ്പോൾ, ജ്യോതിർമയനാണെന്ന് പറയുമ്പോൾ ശുദ്ധമായ ബോധമാണ് ശിവന്റെ സ്വരൂപം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടം ബോധമാണ്. ഇവിടെ സൂര്യനും അഗ്നിയും ചന്ദ്രനും ഒക്കെ ജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ബോധമകത്തില്ലെങ്കിൽ ഒന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാണണം എന്തുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബോധം പ്രകാശിക്കണം. ആ സ്വയം പ്രകാശ വസ്തുവാണ് ശിവൻ. അതുകൊണ്ട് ജ്യോതിർമയനാണ്, ജ്യോതിർമയായ. ഇനി സ്ഥൂലമായ ഭാവത്തിൽ നോക്കിയാൽ ഇവിടെ പ്രകാശസ്വരൂപമായി എന്തെല്ലാം ഉണ്ടോ, സൂര്യനും അഗ്നിയും ചന്ദ്രനും, ഇതെല്ലാം തന്നെ ഭഗവാന്റെ തന്നെ ഭാവങ്ങളാണ്. അതുകൊണ്ടും ജ്യോതിർമയനാണ് ഭഗവാൻ. ഗുണനാമ സുനൃത്യകായ. ഗുണനാമ എന്ന് പറഞ്ഞാൽ ഗുണത്തെ സ്വീകരിക്കുന്നവൻ. നാമശബ്ദം കൊണ്ട് സ്വീകരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗുണങ്ങളെ, പലതരം ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുനൃത്യകായ, ഈ ലോകത്തിൽ നർത്തനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ നടനം വളരെയധികം വിശേഷപ്പെട്ടതാണ്. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്, നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ നടനമാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാന്റെ നടനമാണ്. അതുകൊണ്ട് ഭഗവാൻ നടരാജനാണ്. ഭഗവാന്റെ ആ ഭാവത്തെ സൂചിപ്പിക്കുകയാണ് ഈ നാമത്തിൽ ഗുണനാമ സുനൃത്യകായ.
അപ്പോൾ ഓരോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ നൃത്തം വയ്ക്കുന്നു. ഇവിടെ ഗുണം എന്ന് പറയുമ്പോൾ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളെയും എടുക്കാം. രജസ് സൃഷ്ടിയെ നടത്തുന്നു, സത്വം സ്ഥിതിയെ നടത്തുന്നു, തമസ് ലയത്തെ നടത്തുന്നു. ഇങ്ങനെ 3 പ്രവൃത്തികളും ഭഗവാന്റെ തന്നെ നർത്തനമാണ്. 3 ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ നർത്തനം നടത്തുന്നത്. അപ്പൊ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഭഗവാന് ഗുണങ്ങളില്ല, നിർഗുണ പരബ്രഹ്മമാണ് സദാശിവൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഗുണവുമില്ല, നർത്തനവുമില്ല. അദ്ദേഹം നിശ്ചല വസ്തുവാണ്. പക്ഷെ ഗുണങ്ങളെ സ്വീകരിച്ച് അദ്ദേഹം നടനമാടുകയാണ് നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഈ സംസാരം നിലനിൽക്കുന്നത് തന്നെ. അപ്പൊ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനും മംഗളസ്വരൂപിയുമായ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു 3-ാമത്തെ ശ്ലോകം. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ചർമാംബരായ ശവഭസ്മ വിലേപനായ ഫാലേക്ഷണായ ഫണികുണ്ടല മണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ, ചർമ്മത്തെ അമ്പരമായി ധരിച്ചവൻ. അമ്പരം എന്നാൽ വസ്ത്രം, ചർമ്മം എന്നാൽ തൊലി. ഭഗവാൻ പൊതുവെ അണിയുന്നത് പുലി തോലാണ്. അപ്പോൾ പുലിയുടെ തോലിനെ ഉടുത്തവൻ. പിന്നെ നേരത്തെ ഗജാസുരനെ വധിച്ച സമയത്ത് ആനത്തോൽ ഉടുത്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാവവും എടുക്കാം. എന്നാലും പ്രധാനമായിട്ടും പുലിത്തോലാണ് ചർമ്മശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുലി മനസ്സിന്റെ പ്രതീകമാണ്, അഥവാ ബുദ്ധിയുടെ പ്രതീകമാണ്. ഇപ്പോൾ ആനയുടെ തോലിന്, ആനയെ നമുക്ക് മനസ്സായിട്ടെടുത്താൽ പുലിയെ നമുക്ക് ബുദ്ധിയായിട്ടെടുക്കാം. കാരണം ബുദ്ധിക്ക് സൂക്ഷ്മതയുണ്ട്. അപ്പോൾ പുലിയുടെ ഭാവത്തിന് ആ സൂക്ഷ്മത കൽപ്പിക്കാം. മനസ്സ് വളരെ ബലിഷ്ഠമാണ്, അത് ലോകം മുഴുവൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു, അതുകൊണ്ട് ആനയാണ്. അപ്പോൾ മനസ്സിനെയും അടക്കിയവൻ, ബുദ്ധിയെയും അടക്കിയവൻ. അതുകൊണ്ട് ആനത്തോലും ഉടുത്തിരിക്കുന്നു, പുലിത്തോലും ഉടുത്തിരിക്കുന്നു. അപ്പൊ ചർമ്മം ധരിച്ചു എന്ന് പറഞ്ഞതിലൂടെ ഈ രണ്ടിനോടുമുള്ള ഭഗവാന്റെ ആധിപത്യത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ത്വലിയെ വസ്ത്രമായി ഉടുത്തവൻ, ചർമാംബരായ. ഇനി ത്വലിയെ വസ്ത്രമായി ഉടുത്തവൻ എന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ വസ്ത്രമൊന്നും ധരിക്കാത്തവൻ എന്നർത്ഥം വന്നു. ഭഗവാന്റെ തൊലി തന്നെയാണ് ഭഗവാനുള്ള വസ്ത്രം എന്നർത്ഥം വന്നു. അപ്പൊ ദിഗംബരനാണ് ഭഗവാൻ. കാരണം ഭഗവാൻ അനന്തമൂർത്തിയാണ്. എവിടെയും ഒതുക്കി വെക്കാൻ പറ്റുന്ന ഭാവമല്ല ഭഗവാന്റേത്. അനന്തമായതിനെ ഒന്നുകൊണ്ടും ആവരണം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആവരണം ചെയ്യാൻ പറ്റാത്തവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരനാണ് ഭഗവാൻ. അതുകൊണ്ടും ചർമാംബരായ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ശവഭസ്മ വിലേപനായ, ശവങ്ങളെ ദഹിപ്പിച്ച് ഇല്ലാതെയാക്കുമ്പോൾ ശേഷിക്കുന്ന വിഭൂതിയെ, ഭസ്മത്തെ എടുത്ത് പൂശുന്നവനാണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം തന്നെ വാസ്തവത്തിൽ ശവമാണ്. അതിൽ ശിവൻ ഉള്ളത് കൊണ്ടാണ് അതിന് പ്രവൃത്തിയുള്ളത്. ശിവൻ അതിൽ നിന്നും വിട്ടാൽ അത് ശവമായി. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാനാണ് ധരിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ശവഭസ്മത്തെ ഭഗവാൻ പൂശിയിരിക്കുന്നതായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ ആ ശവഭസ്മം എന്ന് പറയുന്നത്, ആ ചിതാഭസ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വിഭൂതികൾ തന്നെയാണ്. ഇതെല്ലാം തന്നെ ശവമാണ്. കാരണം ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇത് ശിവമയമാകുന്നത്. അപ്പൊ ഇതിനെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ശിവതത്വമാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ ശവഭസ്മ വിലേപനായ നമ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഫാലേക്ഷണായ, ഫാലം എന്നാൽ നെറ്റി. നെറ്റിയിൽ കണ്ണുള്ളവൻ ഫാലേക്ഷണൻ, തൃക്കണ്ണുള്ളവൻ, 3-ാം കണ്ണുള്ളവനാണ് ശിവൻ. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇനി നെറ്റിയിലേക്ക് നോട്ടമുള്ളവൻ എന്നർത്ഥവും വന്നു. അങ്ങനെയാണെങ്കിൽ യോഗത്തിൽ പുരികക്കൊടികളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് ദൃഷ്ടി പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമുണ്ട്. ആ ഭാവത്തിൽ സദാ ഇരിക്കുന്നവനായതുകൊണ്ടും ഫാലേക്ഷണനാണ് ഭഗവാൻ. ഒന്നെങ്കിൽ നെറ്റിയിൽ 3-ാം കണ്ണ്, 3-ാം കണ്ണ് തന്നെ ഈ അകക്കണ്ണിന്റെ സൂചനയാണ്. അപ്പൊ അകക്കണ്ണുള്ളവനാണ്, നമ്മൾ കാണുന്നതിനുപരിയായി കാണുന്നവനാണ് എന്ന് സൂചിപ്പിക്കാൻ, 3-നെയും കാണുന്നവനാണ് എന്ന് സൂചിപ്പിക്കാൻ. 3-നെ എന്ന് പറയുമ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും ദർശിക്കുന്ന ശുദ്ധമായ ബോധമാണ് ഭഗവാൻ. അതുകൊണ്ട് ഫാലേക്ഷണനാണ്. തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന യോഗഭാവം സിദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് പുരികക്കൊടികളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് തൻ്റെ
ശ്രദ്ധയെ കേന്ദ്രീകരിച്ചിരിക്കുന്നവനായതുകൊണ്ടും ഫാലേക്ഷണനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഫണികുണ്ടല മണ്ഡിതായ. ഫണി എന്നാൽ സർപ്പം, പാമ്പ്. പാമ്പിനെ കുണ്ടലമായിട്ട് ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. നേരത്തെ കൈവളയായിട്ട് പാമ്പിനെ ധരിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ കുണ്ടലങ്ങളായിട്ടും ധരിച്ചിരിക്കുകയാണ്. ഈ സർപ്പങ്ങളെല്ലാം വിശേഷപ്പെട്ട ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനെയെല്ലാം തൻ്റെ വശത്താക്കിയവനാണ് ഭഗവാൻ. അതുകൊണ്ട് അതിനെ ആഭരണമായിട്ട് ധരിച്ചിരിക്കുന്നു. ഫണികുണ്ടല മണ്ഡിതായ മഞ്ജീര പാദയുഗളായ നമഃ. മഞ്ജീരം എന്നാൽ കാൽച്ചിലമ്പ്. രണ്ട് കാലുകളിലും ഭഗവാൻ ചിലമ്പണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലമ്പ് ധരിച്ചിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നടരാജനാണ് ഭഗവാൻ. ഭഗവാനിൽ നിന്നാണ് രൂപങ്ങൾ ഉണ്ടാകുന്നതും നാമങ്ങൾ ഉണ്ടാകുന്നതും. നാമം എന്നാൽ ശബ്ദം. അപ്പൊ ഭഗവാനിൽ നിന്നും ശബ്ദം ഉണ്ടാക്കുന്നതിന്റെ സൂചനയായിട്ട് ഭഗവാൻ ഉടുക്കു കൊട്ടാറുണ്ട്. അതുപോലെ കാലിൽ ചിലമ്പും ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നാദത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത് ലോകത്തിൽ. അതുപോലെ ഭഗവാൻ തൻ്റെ കയ്യും കാലുമിട്ട് മുദ്രകൾ ഉണ്ടാക്കുന്ന സമയത്ത് രൂപങ്ങൾ ഉണ്ടാകും. അപ്പൊ നാമരൂപങ്ങൾക്ക് ഉറവിടമായിരിക്കുന്നവൻ ഭഗവാനായതുകൊണ്ട് മഞ്ജീരപാദയുഗളായ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. വിശേഷപ്പെട്ടും ശബ്ദത്തിന്റെ ഉറവിടമായിട്ടിരിക്കുന്നവൻ. ശബ്ദങ്ങളിൽ നിന്നാണ് മന്ത്രങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാ മന്ത്രങ്ങളെയും തനിക്ക് വശത്താക്കിയിരിക്കുന്നവൻ. അതുകൊണ്ട് അതിനെ കാലിലെ ചിലമ്പായിട്ടാണ് അദ്ദേഹം, ചിലങ്കയായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. കാൽ ചിലമ്പായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. അതായത് തനിക്ക് വശങ്കതനാണ്. അത് മന്ത്രശാസ്ത്രത്തിന്റെ മുഴുവൻ നാഥൻ ഭഗവാനാണ്. ആർക്ക് എവിടെയെങ്കിലും മന്ത്രം സിദ്ധിക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായേ തീരൂ. കാരണം ഭഗവാനിൽ നിന്നാണ് ശബ്ദം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് മന്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മന്ത്രസിദ്ധിയെ, മന്ത്രത്തിന്റെ മുകളിലുള്ള ആധിപത്യത്തെ സൂചിപ്പിക്കാനായിട്ട് മഞ്ജീരപാദയുഗളായ നമഃ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ജടാധരായ, നേരത്തെ പറഞ്ഞിട്ടുള്ള അർത്ഥം തന്നെ, തപോമൂർത്തിയാണ് ഭഗവാൻ. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ഭസ്മമാക്കുന്നവനായ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. ചർമാംബരായ ശവഭസ്മവിലേപനായ ഫാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ, ആനനം എന്നാൽ മുഖം. 5 മുഖങ്ങളോട് കൂടിയവനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഭഗവാൻ ശിവന് 5 ഭാവങ്ങളുണ്ട്, 5 മുഖങ്ങളുണ്ട്. അതിന് 5 പേരുകളുണ്ടെന്ന് പറയും. അതായത് സദ്യോജാതൻ, ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ എന്നുള്ളതാണ് 5 മുഖങ്ങൾ. അപ്പൊ ആ 5 മുഖങ്ങളോട് കൂടിയവനായതുകൊണ്ട് പഞ്ചാനനാണ് ഭഗവാൻ. 4 ദിക്കിലേക്കും നോക്കുന്നതും മുകളിലേക്ക് നോക്കുന്നതുമായ ഒന്ന്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും ലോകത്തെ കാണുന്നവനായതുകൊണ്ടും പഞ്ചാനനാണ് ഭഗവാൻ. അപ്പൊ അകത്തുള്ള ശുദ്ധമായ ബോധമാണെന്ന് സൂചിപ്പിക്കാൻ. പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ തന്നെ മുഖങ്ങളാണ്. അതുകൊണ്ടും പഞ്ചാനനാണ്. ഇങ്ങനെ പലതരത്തിൽ 5 മുഖങ്ങളോട് കൂടിയവനായ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഫണിരാജ വിഭൂഷണായ. ഫണി എന്നാൽ സർപ്പം. സർപ്പങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് ഫണിരാജൻ. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠമായ സർപ്പത്തെ വിഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്നവൻ, ആഭരണങ്ങളായിട്ട് ധരിച്ചിരിക്കുന്നവൻ. കൈവളയായിട്ട് ധരിച്ചിട്ടുണ്ട്, കുണ്ടലങ്ങളായിട്ട് ധരിച്ചിട്ടുണ്ട്, കഴുത്തിൽ ഹാരമായിട്ടും ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സർപ്പങ്ങളെ ഹാരമായി ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് ഫണിരാജ വിഭൂഷണായ. പ്രാണശക്തിയുടെ പ്രതീകം കൂടിയാണ് ഈ സർപ്പങ്ങൾ. അപ്പൊ പ്രാണനെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കാനും ഇവയെ ആഭൂഷണങ്ങളായിട്ട് ധരിച്ചിരിക്കുന്നു. ഹേമാംശുകായ. അംശുകം എന്നാൽ വസ്ത്രം, ഹേമം എന്നാൽ മഞ്ഞ. അപ്പൊ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവനാണ് ഭഗവാൻ. ഭഗവാനെ പല ഭാവങ്ങളിൽ പറയാറുണ്ട്. അതിലൊരു ഭാവമാണ് മഞ്ഞപ്പട്ടുടുത്തിട്ടുള്ള ഭാവം, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഉടുത്തിട്ടുള്ള ഭാവം. അവിടെ രാജരാജേശ്വര ഭാവമാണ് ഭഗവാൻ. വളരെ രാജകീയമായ ഭാവത്തിലാണ്, തപോമൂർത്തി ഭാവത്തിലല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. തപസ്സായിരിക്കുന്നതും ലോകപാലകനായി ലോകരാജാവായിരിക്കുന്നതും ഒരേ ശക്തിയാണെന്നുള്ളത് ഇവിടെ ഊട്ടിയുറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹേമാംശുകായ.
മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവൻ. ഇനി രുദ്രഭാവത്തെ പറയുന്ന സമയത്ത് ഉരുക്കിയ സ്വർണത്തിന്റെ നിറമാണ് രുദ്രൻ എന്ന് പറയും. അപ്പൊ ആ നിറത്തോടൊത്ത ദേഹത്തോടൊത്തവൻ എന്ന് സൂചിപ്പിക്കാനും, കാരണം വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, ദിഗംബരനാണെന്നുള്ള ഭാവത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഹേമ നിറം തന്നെ അദ്ദേഹത്തിന് വസ്ത്രമായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടും ഹേമാംശുകനാണ് ഭഗവാൻ. ഇനി മഞ്ഞപ്പട്ട് ഉടുക്കുന്നത് സാധാരണ മഹാവിഷ്ണുവാണ്, നാരായണനാണ്. ആ ഭാവത്തിൽ ശോഭിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടും ഹേമാംശുകനാണ് ഭഗവാൻ. ഭുവനത്രയ മണ്ഡിതായ, 3 ലോകങ്ങളെയും ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. 3 ലോകങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഭൂലോകം, അതിന് മുകളിലുള്ള ലോകം, അതിന് താഴെയുള്ള ലോകം എന്നർത്ഥത്തിൽ 3 ലോകങ്ങൾ. ഇതിനെ 3നെയും പാലിക്കുന്നത് ഭഗവാനാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾ, ഇതും 3 ലോകങ്ങളാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നർത്ഥത്തിലുള്ള 3 ദേഹങ്ങളും 3 ലോകങ്ങളാണ്. ഇതിനെല്ലാം നാഥനായിരിക്കുന്നവൻ, ഇതിനാലെല്ലാം ചുറ്റപ്പെട്ടവനായതുകൊണ്ട് ഭുവനത്രയ മണ്ഡിതായ, 3 ഭുവനങ്ങളാലും മണ്ഡിതനായിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ആനന്ദഭൂതി വരദായ, ഭൂതി എന്നാൽ സമ്പത്ത്. ആനന്ദമാകുന്ന സമ്പത്തിനെ വരമായിട്ട് നൽകുന്നവനാണ് ഭഗവാൻ. അഥവാ ഭഗവാൻ വരമായി നൽകുന്ന സമ്പത്തിൽ നിന്നും ആനന്ദം ഉണ്ടാകും. ഇങ്ങനെ 2 അർത്ഥത്തിലും ആനന്ദഭൂതി വരദായ എന്ന് വിളിച്ചിരിക്കുന്നു. ഭഗവാൻ നൽകുന്ന സമ്പത്തുകൾ പലതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ നൽകും. പക്ഷെ അതിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് താൻ തന്നെയാണ്. ഭഗവാൻ തന്നെ ഭക്തന് കൊടുക്കും. അതായത് ശിവാനുഭൂതി ഉണ്ടാവും, ഭക്തനെയും ശിവനാക്കി മാറ്റും. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ദാനം. അങ്ങനെ ഒരു ദാനം ലഭിച്ചാൽ, അങ്ങനെ ഒരു സമ്പാദ്യം ഭക്തനുണ്ടായാൽ അവൻ ആനന്ദപൂർണനാണ്. കാരണം ശിവൻ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ അതുകൊണ്ട് ആനന്ദഭൂതി വരദായ നമഃ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. തമോമയായ, തമസ് എന്നാൽ ഇരുട്ട്. ഇരുട്ടിനാൽ വ്യാപ്തമായിരിക്കുന്നവനാണ് ഭഗവാൻ. ഇരുട്ട് അവ്യക്തതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവ്യക്തമൂർത്തിയാണ് ഭഗവാൻ. ഭഗവാന്റെ ഭാവം എന്തെന്ന് എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനസ്സിന്റെ പരിധിക്ക് അപ്പുറമാണ് ഭഗവാന്റെ വാസം. അതുകൊണ്ട് തമോമയനാണ്. ഇനി സംഹാരമാണ് ഭഗവാന്റെ ലീല. അപ്പൊ ലോകത്തെ സംഹരിക്കണമെങ്കിൽ തമോ ഗുണത്തെയാണ് സ്വീകരിക്കേണ്ടത്. തമസ്സാണ് ലയത്തെ നടത്തുന്നത്. അപ്പോൾ ആ തമോ ഗുണത്താൽ സ്വയം നിറച്ചിട്ടുള്ള ഭാവത്തെ സ്വീകരിച്ച് ലോകത്തെ ലയിപ്പിക്കുന്നവനായതുകൊണ്ടും തമോമയായ. ദാരിദ്ര്യ ദുഃഖദഹനായ നമ ശിവായ, ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം. പഞ്ചാനനായ ഫണിരാജ വിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമ ശിവായ. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ഭാനുപ്രിയായ ഭവസാഗര താരണായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണ ലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമ ശിവായ. ഭാനുപ്രിയായ, ഭാനു എന്നാൽ സൂര്യൻ. സൂര്യന് വളരെയധികം പ്രിയം ശിവനോടാണ്. അപ്പൊ നേരത്തെ തമോമയായ എന്ന് പറഞ്ഞു. ഇരുട്ട് തന്നെ പൂർണ്ണമായിരിക്കുന്നതാണ്, അവ്യക്തമൂർത്തിയാണ്. അപ്പൊ അവിടെ ഇരുട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമാണ് ആ ഇരുട്ട്. ആ ഇരുട്ട് അവ്യക്തതയെയാണ് സൂചിപ്പിക്കുന്നത്, ഭൗതികമായ ഇരുട്ടിനെയല്ല. അപ്പൊ എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമായതുകൊണ്ട് പ്രകാശപൂർണമായിട്ടുള്ള ഭാനു, സൂര്യൻ, ഏറ്റവും പ്രിയം ഭഗവാൻ തന്നെയാണ്. കാരണം സൂര്യൻ ആ പ്രകാശം ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാന്റെ കണ്ണാണ് സൂര്യൻ എന്ന് ചിലതിൽ പറയാറുണ്ട്. അപ്പോൾ കണ്ണായിരിക്കുന്നവനായതുകൊണ്ടും സൂര്യന് ഭഗവാനോട് അത്രയും പ്രിയമാണ്. കാരണം ഭഗവാനാണ് സൂര്യന് ആശ്രയം. ഭാനുപ്രിയായ ഭവസാഗര താരണായ, ഭവസാഗരം സംസാരസാഗരം, അതിനെ തരണം ചെയ്യിപ്പിക്കുന്നവനാണ്. അദ്ദേഹത്തിനായിക്കൊണ്ട് നമസ്കാരം. കാലാന്തകായ, കാലനെ ഇല്ലാതെയാക്കുന്നവനാണ്. കാലത്തിന്റെ സ്വാധീനത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. കാലത്തിന്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും കാരണം കാലസ്വാധീനമാണ്. ആ സ്വാധീനത്തെ ഇല്ലാതെയാക്കി നമുക്ക് രക്ഷയെ നൽകുന്നവനായതുകൊണ്ടും കാലാന്തകനാണ്. കമലാസന പൂജിതായ, കമലത്തിൽ ഇരിക്കുന്നവനാണ് കമലാസനൻ. കമലത്തിൽ ഇരിക്കുന്നത് ആരാ? ബ്രഹ്മാവാണ്, സ്രഷ്ടാവാണ്. ആ ബ്രഹ്മാവ് സദാ പൂജിക്കുന്നത് ശിവനെയാണ്.
കാരണം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ചൈതന്യത്തെ അദ്ദേഹം സദാ ധ്യാനിക്കുന്നു. ആ ചൈതന്യം ശിവൻ തന്നെയാണ്. അതുകൊണ്ട് കമലാസന പൂജിതായ നേത്രത്രയായ 3 കണ്ണുകളോടൊത്തവനാണ് ഭഗവാൻ. നേരത്തെ പറഞ്ഞ അർത്ഥമാണ്. 3 ലോകങ്ങളെയും കാണുന്നവനാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3നെയും കാണുന്നവനാണ്. ശുഭലക്ഷണ ലക്ഷിതായ, ശുഭമായ ലക്ഷണങ്ങളാൽ ലക്ഷിതനായവൻ. ഭഗവാനിൽ എല്ലാ ശുഭലക്ഷണങ്ങളും നമുക്ക് കാണാം. ആ ശുഭലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്നത്. ശുഭലക്ഷണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൻ. ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ശുഭം. ശിവം എന്ന് പറഞ്ഞാൽ ശുഭം എന്ന് തന്നെയാണ് അർത്ഥം. മംഗളസ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ നമ്മൾ ഇവിടെ മംഗളത്തിന്റെ സൂചകങ്ങളായി എന്തെല്ലാം കാണുന്നുവോ അതിനാ മംഗളത്വം പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പൊ അതിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അതെല്ലാം തന്നെ ഭഗവാനെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഭഗവാൻ ലക്ഷിതനാണ് എന്ന അർത്ഥത്തിൽ ശുഭലക്ഷണ ലക്ഷിതായ നമഃ. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണ ലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. രാമപ്രിയായ രഘുനാഥ വരപ്രദായ നാമപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ, രാമന് വളരെയധികം പ്രിയമായിട്ടുള്ളവനാണ് ഭഗവാൻ. അടുത്ത പദവും അത് തന്നെ സൂചിപ്പിക്കുന്നു. രഘുനാഥ വരപ്രദായ. രഘുനാഥൻ എന്നാൽ ശ്രീരാമസ്വാമി. അദ്ദേഹത്തിന് വരത്തെ നൽകിയവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. അവിടെയുള്ള പ്രതിഷ്ഠ നടത്തിയത് ശ്രീരാമസ്വാമിയാണെന്നും അദ്ദേഹമാണ് അവിടെ ഉപാസന നടത്തിയതെന്നും ശിവന്റെ അനുഗ്രഹം വാങ്ങിയാണ് അദ്ദേഹം കടല് കടന്ന് ലങ്കയിൽ ചെന്നതെന്നും ഒക്കെ പറയപ്പെടുന്നു. അപ്പൊ ശിവനെ ഉപാസിച്ചുകൊണ്ടാണ് രാമൻ പോലും തൻ്റെ കൃത്യം നിർവഹിച്ചത്. അപ്പൊ അതുകൊണ്ട് രാമേശ്വരൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ആ ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയും. ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ് രാമൻ. അപ്പോൾ ധർമ്മമൂർത്തിയായ രാമന് ഏറ്റവും പ്രിയമായിട്ടുള്ളത് ശിവനാണ്. കാരണം ധർമ്മത്തിന്റെ ആധാരം ശിവനാണ്. ശിവൻ ഉണ്ടെങ്കിലേ ധർമ്മം പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രാമപ്രിയനാണ്. രഘുനാഥന് വരത്തെ നൽകുന്നവനാണെന്ന് പറഞ്ഞാൽ ധർമ്മം ഈ ലോകത്തിൽ പ്രചരിക്കുന്നത് തന്നെയാണ് ആ വരം. അപ്പൊ ലോകത്തിൽ ധർമ്മം പ്രചരിക്കുന്നുണ്ടെങ്കിൽ, ധർമ്മം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ശിവപ്രസാദം മൂലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമപ്രിയായ രഘുനാഥ വരപ്രദായ നാമപ്രിയായ, നാമത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവൻ. ഭഗവാന് ഭക്തരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. കാരണം ഭഗവാൻ നിത്യതൃപ്തനാണ്, പരിപൂർണ സ്വരൂപനാണ്. അപൂർണതകൾ ഉള്ളവർക്ക് മാത്രമേ ആഗ്രഹങ്ങളുള്ളൂ. ഭഗവാൻ അതൊരൽപ്പം പോലുമില്ല. അപ്പോൾ ഒരു ആഗ്രഹവും ഇല്ലാത്തവനാണ്. പക്ഷെ ഭക്തര് ഭഗവാന്റെ നാമം ചൊല്ലുന്നത് കേൾക്കാൻ ഭഗവാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ചൊല്ലുന്നത് അവരുടെ തന്നെ സ്വരൂപത്തെ കുറിച്ചാണ്. അപ്പൊ ആ നാമം ഉച്ചരിക്കുന്നതിലൂടെ അവർക്ക് സ്വരൂപബോധം ഉണ്ടാവുമെന്നും താനും അവരും വേറെയാണെന്നുള്ള ഭേദം പൂർണ്ണമായി ഇല്ലാതെയാകുന്നു, അവർ ശിവനായി ഭവിക്കുമെന്നും അവർക്ക് മുക്തി ലഭിക്കുമെന്നും ഭഗവാൻ അറിയാം. അതുകൊണ്ട് നാമത്തിൽ വളരെയധികം പ്രിയം ഭഗവാനുണ്ട്. ഇനി ഭഗവാന്റെ നാമത്തിൽ ഭക്തർക്ക് വളരെയധികം പ്രിയമുണ്ട്. അതുകൊണ്ടും നാമപ്രിയനാണ്. അപ്പൊ ഭഗവാന്റെ നാമങ്ങളെ പ്രിയത്തോടുകൂടി എല്ലാവരും ചൊല്ലുന്നു. അതുകൊണ്ട് നാമപ്രിയനാണ് ഭഗവാൻ. അതേപോലെ നേരത്തെ പറഞ്ഞ രാമപ്രിയായ എന്ന പദം കൊണ്ട് രാമനിൽ വളരെയധികം പ്രിയമുള്ളവനാണ്. കാരണം രാമൻ ധർമ്മമൂർത്തിയാണ്. ഭഗവാന് ധർമ്മത്തിലാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് ധർമ്മം ചെയ്യുന്ന എല്ലാവരിലും ഭഗവാന് പ്രിയമുണ്ടാവും. നരകാർണവ താരണായ, നരകം സംസാരത്തിലുള്ള ദുഃഖങ്ങൾ, കർമ്മഫലമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളാകുന്ന സാഗരത്തെ തരണം ചെയ്യിക്കുന്നവനാണ് ഭഗവാൻ. നരകാർണവ താരണായ പുണ്യേഷു പുണ്യഭരിതായ, പുണ്യങ്ങളിൽ പുണ്യത്തെ ധരിച്ചിരിക്കുന്നവൻ ഭഗവാനാണ്. നമുക്ക് പുണ്യത്തെ നൽകുന്ന പല ക്രിയകളും പല സ്ഥലങ്ങളും പല വസ്തുക്കളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെല്ലാം ആ ശേഷി, പുണ്യത്തെ നൽകാനുള്ള ശേഷിയെ നൽകുന്നത് ഭഗവാനാണ്. പുണ്യവാന്മാരിൽ പുണ്യമായി ശോഭിക്കുന്നത് ഭഗവാനാണ്. പുണ്യസ്വരൂപൻ തന്നെയാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ
പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ സുരന്മാരാൽ സദാ അർച്ചിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. സുരന്മാരെന്നാൽ ദേവന്മാർ. നല്ലതിൽ രമിക്കുന്നവരാണ് സുരന്മാർ. അപ്പൊ നല്ലതിൽ രമിക്കുന്നവർ ഏറ്റവും നല്ലവനായ ഭഗവാനെ തന്നെ സദാ അർച്ചിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് സുരാർച്ചിതായ. ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അവരവരുടെ ആഗ്രഹങ്ങളെ നൽകുന്ന ശക്തിവിശേഷങ്ങളാണ് ദേവന്മാർ. അവർക്ക് ആ ശക്തി ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് അവർ സദാ ഭഗവാനെ അർച്ചിക്കുന്നു. അതാണ് സുരാർച്ചിതായ. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ദാരിദ്ര്യ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. രാമപ്രിയായ രഘുനാഥ വരപ്രദായ നാമപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വര വാഹനായ മാതംഗ ചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ. മുക്തന്മാരുടെ ഈശ്വരനായിരിക്കുന്നവനാണ് മുക്തേശ്വരൻ. മുക്തന്മാരെന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി താനാണെന്നുള്ള ബോധത്തെ വിട്ട് സ്വരൂപബോധത്തെ നേടിയവർ. അവരുപാസിക്കുന്നത് ആരെയാ? അവരവരെ തന്നെയാണ്. ആ സ്വരൂപമായി ശോഭിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് മുക്തേശ്വരനാണ്. മുക്തന്മാര് പോലും പൂജിക്കുന്നത് ഭഗവാനെയാണ്. കാരണം അവർക്ക് പോലും ശാശ്വതമായ സത്യമായി ദർശിക്കുന്നത് അവരുടെ സ്വരൂപമായ ശിവൻ തന്നെയാണ്. അതുകൊണ്ട് മുക്തേശ്വരനാണ്. മുക്തിയെ നൽകിക്കൊണ്ട് ഭക്തരെ മുക്തനാക്കുന്നവനാണ്. അതുകൊണ്ടും മുക്തേശ്വരനാണ്. അപ്പോൾ മുക്തി ആഗ്രഹിക്കുന്നവരും ഉപാസിക്കുന്നത് ഭഗവാനെയാണ്. മുക്തി നേടിയവരും ഉപാസിക്കുന്നത് പരമശിവനെയാണ്. അതുകൊണ്ട് മുക്തേശ്വരായ നമഃ. ഫലദായ. ഫലത്തെ നൽകുന്നവനാണ് ഭഗവാൻ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ആ കർമ്മത്തിന്റെ ഫലം നമുക്ക് വേണം. എന്നാൽ പല കാരണങ്ങളാലും നമുക്ക് ചിലപ്പോൾ ആ ഫലങ്ങൾ ലഭിച്ചില്ല എന്ന് വരും. അത്തരം തടസ്സങ്ങളെ മുഴുവൻ നീക്കി ആ ഫലങ്ങളെ നമുക്ക് നൽകുന്നവനാണ് ഭഗവാൻ. ആത്യന്തികമായി എല്ലാ കർമ്മത്തിൻ്റെയും ഫലങ്ങളെ നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഫലദായ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ അർഹിക്കുന്ന ഫലത്തെ ഭഗവാൻ നമുക്ക് നൽകും. അതുറപ്പാണ്. ഗണേശ്വരായ. ഗണം എന്നാൽ കൂട്ടം, സമൂഹം എന്നർത്ഥം. അപ്പോൾ സമൂഹങ്ങളുടെ ഈശ്വരനായിരിക്കുന്നവൻ ഗണേശ്വരൻ. ശിവന് സ്വന്തമായ ഗണങ്ങളുണ്ട്, ഭൂതഗണങ്ങൾ. അവയുടെ ഈശ്വരനാണ്. അതുകൊണ്ട് ഗണേശ്വരനാണ്. ലോകത്തിൽ വിഘ്നങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്ന ഗണപതിയായി ശോഭിക്കുന്നതും വാസ്തവത്തിൽ ശിവചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് ഗണേശ്വരനാണ്. കൂട്ടമായിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചഭൂതങ്ങളുടെ കൂട്ടമാണ്, പഞ്ചഭൂതങ്ങളുടെ ഗണമാണ് ഇത് മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്നവനായതുകൊണ്ടും ഗണേശ്വരനാണ് ഭഗവാൻ. എല്ലാ ഗണങ്ങൾക്കും ഈശ്വരനാണ്. എല്ലാ തരം കൂട്ടങ്ങൾക്കും, ഇപ്പൊ മനുഷ്യഗണം, ദേവഗണം, ഋഷിഗണം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. അങ്ങനെ ഓരോ ഗണത്തിനും ഈശ്വരനായിരിക്കുന്നവനായതുകൊണ്ട് ഗണേശ്വരായ. ഗീതപ്രിയായ. ഗീതം എന്നാൽ പാട്ട്. പാട്ട് കേൾക്കാൻ വളരെയധികം താല്പര്യമുള്ളവൻ. കാരണം സംഗീതം ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. സംഗീതം ഭഗവാനിലേക്ക് നയിക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് സംഗീതത്തിൽ വളരെയധികം പ്രിയം ഭഗവാനുണ്ട്. പാട്ടിൽ വളരെയധികം പ്രിയമുണ്ട്. നൃത്തവും പാട്ടും ഭഗവാന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. നടരാജനാണ് ഭഗവാൻ. എല്ലാ ശബ്ദങ്ങളുടെയും ഉറവിടമായതുകൊണ്ടും സംഗീതത്തിന്റെ ഉറവിടവും ഭഗവാൻ തന്നെയാണ്. ഇനി ഗീത ശബ്ദം കൊണ്ട് സാക്ഷാത് ഭഗവത്ഗീത എന്നെടുത്താൽ ആ ഭഗവത്ഗീതയിൽ വളരെയധികം പ്രിയമുള്ളവനാണ് ഭഗവാൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശിവനായി ഭവിക്കേണ്ടതെന്ന രഹസ്യമാണ് ഗീത പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വ്യക്തി തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യേണ്ടത് എങ്ങനെ, ഈ ഉപദേശമാണ് കൃഷ്ണൻ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഉപദേശം ഭഗവാന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഗീതപ്രിയായ നമഃ. വൃഷഭേശ്വര വാഹനായ. വൃഷഭം എന്നാൽ കാള. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശ്രേഷ്ഠമായ കാള എന്ന് പറയുന്നത് നന്ദികേശ്വരനാണ്. ആ കാളയെ വാഹനമാക്കിയിട്ടുള്ളവനായതുകൊണ്ട് വൃഷഭേശ്വര വാഹനായ. വൃഷഭം എന്നുള്ളത് ധർമ്മത്തിന്റെ പ്രതീകമാണെന്ന് ഇതിനു മുമ്പും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ധർമ്മത്തെ വാഹനമാക്കിയവൻ. ഭഗവാൻ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ധർമ്മത്തിലൂടെയാണ്. അപ്പൊ ലോകത്തിൽ എവിടെയെല്ലാം ധർമ്മം പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെ ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് വൃഷഭേശ്വര വാഹനായ
മാതംഗ ചർമ്മവസനായ, മാതംഗം എന്നാൽ ആന, ആനയുടെ തോലിനെ ഉടുത്തവൻ. ഗജാസുര വധത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. അവിടെ ആ അസുരന്റെ തോലിനെ ഭഗവാൻ ഉടുത്തു. അപ്പോൾ മനസ്സിന്റെ മുകളിലുള്ള ജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്, അഥവാ അജ്ഞാനത്തിന് മുകളിലുള്ള ജയമാണ്. അപ്പോൾ ആ ജയത്തെ സൂചിപ്പിക്കാനായിട്ട് ആനയുടെ വസ്ത്രത്തെ ഉടുത്തവൻ. ഭഗവാന്റെ ആകാരം അത്രയും വലുതാണ് എന്ന് സൂചിപ്പിക്കാനും ഈ പ്രയോഗം. കാരണം ഭഗവാൻ അനന്തമൂർത്തിയാണ്. അപ്പം അത്രയും വലിയ ആകാരത്തോടൊത്തവനാണെന്ന് സൂചിപ്പിക്കാൻ വലിയ ആനയുടെ തോല് തന്നെ ഉടുത്തിരിക്കുന്നതായി പറയപ്പെട്ടിരിക്കുന്നു. മഹേശ്വരായ, ലോകത്തെ ഭരിക്കുന്നവരെല്ലാം ഈശ്വരന്മാരാണ്. അവരെ മുഴുവൻ ഭരിക്കുന്നവൻ ആരോ അവൻ മഹേശ്വരൻ. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃശിവായ, ദാരിദ്ര്യ ദുഃഖത്തെ ഭസ്മമാക്കുന്നവനായ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വര വാഹനായ മാതംഗ ചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃശിവായ. ഇങ്ങനെ അഷ്ടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഫലശ്രുതിയാണ്. വസിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗ നിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദി വർധനം. വസിഷ്ഠേന കൃതം സ്തോത്രം. ഈ സ്തോത്രം രചിച്ചിട്ടുള്ളത് സാക്ഷാത് വസിഷ്ഠ മഹർഷിയാണ്. ഇതെങ്ങനെയുള്ള സ്തോത്രമാണ്? സർവരോഗ നിവാരണം, എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. ഏറ്റവും വലിയ രോഗം മൃത്യുവാണ്. ആ മൃത്യുവിനെ തന്നെ ഇല്ലാതെയാക്കുന്നതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്ന സ്തോത്രമാണ്. അതുകൊണ്ട് സർവരോഗ നിവാരണം. അപ്പൊ ഇത് ചൊല്ലിയാൽ എല്ലാ രോഗങ്ങളും ഇല്ലാതെയാകും. സർവസമ്പത്കരം ശീഘ്രം, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സമ്പത്തിനെയും ഇത് നൽകും. ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചൊല്ലുന്നത്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതെയാകണമെങ്കിൽ സമ്പത്ത് ഉണ്ടാവണം. അപ്പൊ സമ്പത്തിനെ ഇത് പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കും. കാലതാമസം ഉണ്ടാവുകയില്ല. ആത്മാർത്ഥമായി ജപിക്കാൻ തുടങ്ങിയാൽ തന്നെ ഫലം കാണാൻ തുടങ്ങും. പുത്രപൗത്രാദി വർധനം. ഇത് ചൊല്ലുന്നവർക്ക് പുത്രന്മാരുണ്ടാവും, പൗത്രന്മാരുണ്ടാവും. അങ്ങനെ വംശാഭിവൃദ്ധിയും അവർക്കുണ്ടാവും. അപ്പൊ കുലം വർദ്ധിക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ സ്തോത്രത്തിന്റെ ഫലശ്രുതിയാണ്. വസിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗ നിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദി വർധനം. ഇത് ദാരിദ്ര്യദഹന സ്തോത്രം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ദാരിദ്ര്യദഹന സ്തോത്രം വസിഷ്ഠനാൽ കൃതമായത് ഇവിടെ സമാപ്തമാകുന്നു. ഇതാണ് സ്തോത്രത്തിന്റെ അർത്ഥം. ലളിതമായ സ്തോത്രമാണ്. 8 ശ്ലോകങ്ങളേ ഉള്ളൂ. അഷ്ടകമാണ്. ആർക്കും ജപിക്കാവുന്നതാണ്. ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത്, ആഗ്രഹിച്ചത് നേടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, എത്ര പരിശ്രമിച്ചിട്ടും അതിനുള്ള ഫലം ലഭിക്കുന്നില്ല എന്നെല്ലാമുള്ള ദുഃഖം അനുഭവിക്കുന്ന ഏതൊരാൾക്കും ജപിക്കാൻ പറ്റുന്ന സ്തോത്രമാണത്. അത്യുത്തമമായ സ്തോത്രമാണ്. ശ്രദ്ധയോടുകൂടി മഹാദേവനെ അകത്ത് ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. കരുണാമൂർത്തിയാണ് ഭഗവാൻ എന്ന ബോധത്തോടെ അദ്ദേഹത്തിൻ്റെ കൃപ ഒരല്പമെങ്കിലും എന്നിലേക്ക് ചൊരിയനെ എന്ന പ്രാർത്ഥനയോടുകൂടി ജപിക്കുക. അവശ്യം ഭഗവത് അനുഗ്രഹം ലഭിക്കും. അതിലൂടെ ദാരിദ്ര്യം ഇല്ലാതെയാവുകയും ചെയ്യും. വസിഷ്ഠർ എഴുതിയിട്ടുള്ള കൃതിയായതുകൊണ്ടും അദ്ദേഹം തന്നെ ഫലശ്രുതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുകൊണ്ടും ഈ കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ ഈ ദാരിദ്ര്യദഹന സ്തോത്രത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനം ആ ഭഗവാൻ മഹാദേവൻ്റെ, ആ പരമേശ്വരൻ്റെ, ആ സദാശിവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സാംബ സദാശിവ ഭജാമ്യം. ഉഷ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.